ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആസിഫ് അലി നായകനായിട്ടുള്ള കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീര വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കരിക്കിന്റെ പൊരുളെന്ന സീരീസ് കണ്ടിട്ടുള്ള ഏതൊരു പ്രേക്ഷകനും തോന്നുന്ന കാര്യമാണ് ഈ സീരീസിനും കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രവുമായി ഒരുപാട് സിമിലാരിറ്റികൾ ഉണ്ടല്ലോ എന്ന്. സോ ഇത്തരത്തിലൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് മുന്നേയുള്ള എപ്പിസോഡിൽ ഒരു കമന്റ് ഇട്ടിരുന്നു. സോ ഏത് എപ്പിസോഡിൽ ആരാണ് കമന്റ് ഇട്ടതെന്ന് ഞാൻ ഓർക്കുന്നില്ല, ക്ഷമിക്കണം. സോ അത്തരത്തിലൊരു കമ്പാരിസൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും പൊരുളും കിഷ്കിന്ധാകാന്ഡവും കണ്ടത് വെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പൊരുൾ എന്ന സീരീസ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ കൂടി കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം നിങ്ങളെ ഒരു തരത്തിലും ബോറടിപ്പിക്കുകയില്ല. അത്രയും പെർഫെക്റ്റ് ആയിക്കൊണ്ട് മികച്ചൊരു സ്ക്രിപ്റ്റോടുകൂടി തന്നെയാണ് ഈ ചിത്രം അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ പൊരുളിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങളിൽ കിഷ്കിന്ധാകാന്ഡം മുന്നിട്ട് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊരുൾ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കിഷ്കിന്ധാകാന്ഡം കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കരിക്ക് അവരുടെ വീഡിയോകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എടുക്കുന്നതെങ്കിലും പൊരുൾ എന്നത് യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സീരീസും കിഷ്കിന്ധാകാന്ഡം തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി വെച്ചോ BGM കൊണ്ടോ മറ്റ് ടെക്നിക്കൽ സൈഡുകൾ കൊണ്ടോ ഒന്നും കമ്പയർ ചെയ്യാനായി ഉദ്ദേശിക്കുന്നില്ല. പകരം രണ്ടിലും കഥയിലും സ്ക്രിപ്റ്റിലും മറ്റും വന്നിരിക്കുന്ന സിമിലാരിറ്റികളും കമ്പാരിസണും എല്ലാമാണ് ചർച്ച ചെയ്യാനായി പോകുന്നത്. ആദ്യം തന്നെ രണ്ടിന്റെയും ബേസിക് കഥയൊന്ന് നോക്കാം. രണ്ടിലൂടെയും പറയുന്നത് ഒരു കുട്ടിയുടെ മിസ്സിങ്ങും അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളുമാണ്. എന്നാൽ മറ്റു ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു അന്വേഷണമല്ല. ഒരു കുട്ടി മിസ്സാകുന്നു, അത് ഡയറക്റ്റായി പോലീസുകാർ അന്വേഷിക്കുന്നു എന്നൊന്നും കാണിക്കാതെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള അന്വേഷണമാണ് ഈ രണ്ട് കഥകളിലും, കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിലാണെങ്കിലും പൊരുൾ എന്ന സീരീസിലൂടെയാണെങ്കിലും കാണിച്ചിരിക്കുന്നത്. അതിൽ പൊരുളിൽ അനൂക്കെ അനിയന്റെ ക്യാരക്ടർ ആദ്യമായി ഒരു നാട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് താനുമായി കണക്ട് ചെയ്തു വരുന്ന തന്റെ അച്ഛൻ പണ്ട് അന്വേഷിച്ചിരുന്ന ഒരു കുട്ടിയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ച് അൺഒഫീഷ്യലായി അന്വേഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് എത്തുമ്പോൾ അപർണ എന്ന പെൺകുട്ടി താൻ വിവാഹം കഴിച്ച് ആദ്യമായി ഒരു വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് തന്റെ ഭർത്താവിന്റെ മുൻ ഭാര്യയിലുണ്ടായിരുന്ന മകന്റെ മിസ്സിംഗ് കേസിനെ കുറിച്ച് സ്വന്തമായി ഒരു അന്വേഷണം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഈ രണ്ട് കഥകളിലും മിസ്സിംഗ് ആകുന്ന കുട്ടികളിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഈ രണ്ട് കഥകളിലെയും കുട്ടികൾ മിസ്സിംഗ് ആണ്, ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്ന രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും രണ്ട് കഥകളുടെയും അവസാനം എത്തുമ്പോൾ അവരെ ഇതേപോലെ കാണാതായിരിക്കുകയല്ല, പകരം കാണാതായി എന്ന് പറയുന്ന അതേ ദിവസം തന്നെ അവർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കൂടാതെ ഈ രണ്ട് കഥകളിലും കൊലപാതകങ്ങളായിട്ടൊന്നുമല്ല കാണിക്കുന്നത്, പകരം രണ്ടിലും അബദ്ധവശാൽ കുട്ടികൾ മരണപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. പൊരുളിൽ ആ കുട്ടി മുറിയിൽ അബദ്ധത്തിൽ പെട്ടു മരിച്ചുവെന്ന് കാണിക്കുമ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിൽ അബദ്ധത്തിൽ തോക്കിന്റെ വെടിപൊട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കൂടാതെ ഈ രണ്ട് അബദ്ധങ്ങളിലും കുടുംബത്തിലുള്ളവർ തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ കുട്ടിയുടെ അമ്മയുടെ കയ്യിലിരുന്നാണ് തോക്ക് വെടിപൊട്ടുന്നത്. പൊരുളിലേക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടി ആ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും അവർ പുറത്തെല്ലാം അന്വേഷിച്ചു പോകുന്ന സമയത്ത് മുറി പൂട്ടുന്നതോ മറ്റോ കൊണ്ടോ ആണ്, അല്ലെങ്കിൽ ആ മുറിയിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണ് കുട്ടി മരണപ്പെടുന്നത്. സോ എന്തു തന്നെയാണെങ്കിലും രണ്ട് കഥകളിലും വീട്ടുകാർ കാരണം കൊണ്ട് തന്നെയാണ് ആ കുട്ടി അബദ്ധത്തിൽ മരണപ്പെടുന്നതായി പറയുന്നത്. മറ്റൊന്ന്, ഈ രണ്ട് കഥകളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ വിജയരാഘവനാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ പൊരുളിലേക്ക് എത്തുന്ന സമയത്ത് അത് മാലാ പാർവതിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രണ്ട് കഥാപാത്രങ്ങളും കുറച്ച് ദേഷ്യക്കാരാണെന്നും അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള മിക്കവർക്കും അവരെ ഇഷ്ടമല്ല എന്നും പറയുന്നുണ്ട്. കൂടാതെ പൊരുളിലെ മാലാ പാർവതിയുടെ ക്യാരക്ടറിന് കുറച്ച് വട്ടുണ്ടെന്നെല്ലാമാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കൂടി അവർക്ക് സ്വബോധമില്ല, വട്ടുണ്ടെന്നെല്ലാമാണ് നാട്ടിലെല്ലാം പറയപ്പെടുന്നത്. ഇതിന് പകരമായി കിഷ്കിന്ധാകാന്ഡത്തിലെ വിജയരാഘവന്റെ ക്യാരക്ടറിന് മറവിയുടെ രോഗമുള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ദേഷ്യക്കാരും നാട്ടുകാർക്ക് അധികം ഇഷ്ടമില്ലാത്തതും കൂടാതെ മാനസികമായി ചില പ്രശ്നമുണ്ടെന്നും പറയപ്പെടുന്ന ഓരോ കഥാപാത്രങ്ങളെ രണ്ട് കഥകളിലും കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഈ രണ്ട് കഥകളിലും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിന് തങ്ങളുടെ ഒരു മകൻ അല്ലെങ്കിൽ മകളുമായി അത്ര അടുപ്പമല്ല എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പൊരുളിൽ മാലാപാർവതിയുടെ ആ ക്യാരക്ടറിന് മകനെ ഒരുപാട് ഇഷ്ടമാണെന്നും എന്നാൽ മകളുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലെന്നും മകളുമായി ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടെന്നും ഇതേ മകൾ ഈ നാട്ടിൽ നിന്നും പുറം നാട്ടിൽ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ വിജയരാഘവന്റെ മൂത്ത മകനായിട്ടുള്ള ക്യാരക്ടർ ആ നാട്ടിലല്ല ഇപ്പോൾ ജീവിക്കുന്നതെന്നും അച്ഛനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വഴക്കെല്ലാം ഉള്ളതുകൊണ്ട് അധികം കോണ്ടാക്ട് ഒന്നുമില്ലെന്നും അതുകൊണ്ട് തന്നെ പണ്ടേ നാട് വിട്ടു പോയതാണെന്നും പറയപ്പെടുന്നു. അതോടൊപ്പം ഈ വ്യത്യസ്തമായി കാണിച്ചിരിക്കുന്ന ക്യാരക്ടറുകൾ രണ്ട് കഥകളിലും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്നതായി പറയുന്നുണ്ട്.
കിഷ്കിന്ധാകാന്ഡത്തിൽ മറവി ഉള്ളതുകൊണ്ട് വിജയരാഘവന്റെ ആ ക്യാരക്ടർ പലപ്പോഴായി ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ വട്ടം അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും മറവി ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. പൊരുളിലെ മാലാപാർവതിയുടെ ക്യാരക്ടറിന് ഈ ഒരു മറവി രോഗമൊന്നുമില്ലെങ്കിലും എല്ലാവരും അന്വേഷണം അവസാനിപ്പിച്ചിട്ടും അവർ ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും തന്റെ മകൻ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ രണ്ട് കഥകളിലും ആ കുടുംബത്തിലെ ഒരാൾക്ക് ഇതിന്റെ സത്യമെല്ലാം അറിയാമെന്നും ആ കുട്ടി മരിച്ചതാണ് എന്നറിഞ്ഞിട്ടും അയാൾ അഭിനയിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മരിച്ചിട്ടില്ല, അതിനെപ്പറ്റി അറിയില്ല എന്ന് അഭിനയിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ ആസിഫ് അലിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നതെങ്കിൽ പൊരുളിൽ ജെയിംസ് എലിയയുടെ കഥാപാത്രമാണ് ഇത് ചെയ്യുന്നത്. കൂടാതെ ഈ രണ്ട് ക്യാരക്ടറുകളും ആ മരണപ്പെട്ടു പോകുന്ന കുട്ടിയുടെ അച്ഛനാണെന്ന് തന്നെ കാണിച്ചിട്ടുമുണ്ട്. കൂടാതെ രണ്ട് കഥകളുടെയും അവസാനം എത്തുമ്പോൾ അന്വേഷിക്കുന്ന ആൾ സത്യം അറിയുന്നുണ്ടെങ്കിലും ആ സത്യം ഇത്രയും നാൾ എന്തുകൊണ്ടാണ് മറ്റേയാൾ മറച്ചുവെച്ചത് എന്നതിന്റെ കാരണം മനസ്സിലാക്കുമ്പോൾ അന്വേഷിക്കുന്ന ആൾ പോലും പിന്നീട് ആ സത്യം പുറത്തു പറയാതെ അതുവരെ എങ്ങനെയാണോ നടന്നു പോരുന്നത് അതുപോലെ തന്നെ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ട് കഥകളിലും നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പ്രധാനമായി കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ അത് കുരങ്ങിന്റെ കാര്യവും വിജയരാഘവന്റെ മറവിയെല്ലാമാണ്. പൊരുളിൽ ഇതിനു പകരമായി ഒരു സർക്കസിന്റെ കാര്യവും നാട്ടിൽ റൗഡിയായി നടന്നിരുന്ന ഒരാളുടെ മേലിലേക്കുമാണ് ഈ സംശയങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം ഈ ഒരു ക്യാരക്ടറും ജഗദീഷിന്റെ ക്യാരക്ടറുമായിട്ടും കുറച്ച് സിമിലാരിറ്റികളുണ്ട്. അതായത് ഇവർ രണ്ടുപേർക്കും ആ മരണപ്പെടുന്ന കുട്ടികളുമായി നല്ല അടുപ്പമുള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ രണ്ട് ക്യാരക്ടറുകളെയും കുറച്ച് കുഴപ്പക്കാരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പൊരുളിലെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൗഡിയെല്ലാമാണ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ജഗദീഷിനെ ഒരു മാവോയിസ്റ്റോ മറ്റോ ആയിട്ടാണ്, കൃത്യമായി ഓർക്കുന്നില്ല, പഴയ ഒരു മാവോയിസ്റ്റോ മറ്റോ ആയിട്ടാണ് കാണിക്കുന്നത്. അയാൾ കുറച്ച് കുഴപ്പക്കാരനാണെന്ന് ആസിഫ് അലിയുടെ ചേട്ടൻ ക്യാരക്ടർ പറയുന്നുമുണ്ട്. കൂടാതെ ഇവർ രണ്ടുപേർക്കും ചില സത്യങ്ങൾ അറിയാം. ജഗദീഷിന്റെ ക്യാരക്ടറിന് ആ കുരങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറിയാവുന്നതെങ്കിൽ പൊരുളിലെ കഥാപാത്രത്തിന് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട സത്യമാണ് അറിയാവുന്നത്. ഇങ്ങനെ ഏകദേശം സിമിലർ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറുകളെ രണ്ട് കഥയിലും കൊണ്ടുവന്നിരിക്കുന്നതായും കാണാം. കൂടാതെ ഈ രണ്ട് കഥകളുടെയും ലൊക്കേഷൻസ് നോക്കിയാലും സാധാരണ സിറ്റിയൊന്നുമല്ല കാണിക്കുന്നത്, പകരം ഒരുപാട് വനങ്ങളും പുഴകളുമെല്ലാം നിറഞ്ഞ ഒരു ഉൾഗ്രാമ പ്രദേശമാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ സിനിമയുടെ കഥയ്ക്കും ലൊക്കേഷൻസിനും അവതരണ രീതിയിലും വരെ ഒരുപാട് സിമിലാരിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്നിട്ടും എന്തുകൊണ്ടാണ് പൊരുൾ കണ്ട ഒരു വ്യക്തിക്ക് കിഷ്കിന്ധാകാന്ഡം കാണുകയാണെങ്കിൽ ഒരു തരത്തിലും ബോർ അടിപ്പിക്കാത്തത് എന്ന് ചോദിച്ചാൽ പൊരുളിനെക്കാട്ടിലും കുറച്ച് കാര്യങ്ങളിൽ കിഷ്കിന്ധാകാന്ഡം മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ട്വിസ്റ്റുകളും മിസ്റ്ററിയും ക്ലൈമാക്സും എല്ലാമാണ്. അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ വഴി തെറ്റിപ്പിച്ചു വിടുന്ന രീതിയിൽ രണ്ട് കഥകളിലും കുരങ്ങിന്റെ കാര്യവും സർക്കസും എല്ലാം കൊണ്ടുവന്നതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ പൊരുളിൽ ഒരു പരിധിവരെ മാത്രമേ ഈ സർക്കസിന്റെ കാര്യമെല്ലാം വർക്കായിട്ടുള്ളൂ. കാരണം ആദ്യമെല്ലാം ഈ സർക്കസിന്റെ കാര്യം നല്ല രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധി കഴിയുന്ന സമയത്ത് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വേറെ വഴിയിലേക്കെല്ലാം അന്വേഷണം പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ കിഷ്കിന്ധാകാന്ഡത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഈ കുരങ്ങുകളുമായി ബന്ധപ്പെട്ട് കഥ കാണിച്ചു പോകുന്നത് കൊണ്ടും ഇന്റർവൽ ബ്ലോക്കിൽ ആ കുരങ്ങിന്റെ മരണമെല്ലാം കാണിക്കുന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വേറെ വഴിക്കാണ് ചിന്തിച്ചു പോകുന്നത്. അത്തരത്തിൽ ട്വിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ കിഷ്കിന്ധാകാന്ഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പൊരുളിൽ ഇത്തരത്തിൽ നമ്മളെ വഴിതെറ്റിപ്പിച്ചു വിടുന്ന മറ്റു പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അത്ര വർക്കായിട്ടില്ലെന്നും അതൊന്നും ഇല്ലെങ്കിൽ കൂടി ആ കഥയ്ക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ കിഷ്കിന്ധാകാന്ഡത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം പോലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ടാണ് ആ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ എങ്ങനെയൊക്കെയാണോ വഴിതെറ്റിപ്പിക്കാൻ നോക്കുന്നത് ആ രീതിയിൽ അവർ ഉദ്ദേശിച്ച വഴിയിൽ തന്നെ നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിലാണ് ആ മിസ്റ്ററിയും ട്വിസ്റ്റും എല്ലാം അവർ അവതരിപ്പിച്ചത്. കൂടാതെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും മനോഹരമായി തുടങ്ങിയിട്ടുള്ള ഒരു സീരീസിന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭാഗ്യവശാൽ അന്വേഷിക്കുന്ന ആളുടെ അടുത്തേക്ക് എല്ലാ തെളിവുകളും പെട്ടെന്ന് തന്നെ ഓടി വരുന്നത് പോലെ വളരെ വേഗത്തിൽ കഥ അവസാനിപ്പിച്ചതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. കൂടാതെ അതിന്റെ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലും മറ്റും നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലാണ് കൊണ്ട് അവസാനിപ്പിച്ചത്. പക്ഷേ കിഷ്കിന്ധാകാന്ഡത്തിലെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ആ ചെറിയ ട്വിസ്റ്റുകളെല്ലാം പൊട്ടിച്ചു വരുന്ന സമയത്ത് തന്നെ നമുക്ക് കഥ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കൂടി അവസാനത്തെ ഒരു 20 മിനിറ്റിൽ അവർ കഥ മുഴുവൻ മാറ്റുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത പല വഴികളിലൂടെയും കൊണ്ടുപോയി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊരുളിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ക്ലൈമാക്സുമായി കണക്റ്റായി വരുന്നത് കൊണ്ട് അത്രയും ഒരു ഇമോഷണൽ ഫീൽ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ കിഷ്കിന്ധാകാന്ഡത്തിൽ അതല്ല അവസ്ഥ. സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ക്ലൈമാക്സ് അത്രയും ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്.
സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.